ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ അല്ല, ഒരു കുഞ്ഞു ട്രാവൽ വ്ളോഗാണ്. ഒരു 9 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 9 മിനിറ്റ് വരെ എന്നെ സഹിച്ചിട്ടൊന്ന് ഫുൾ വീഡിയോ കണ്ടേക്കണം എല്ലാവരും. അപ്പോൾ ഇത് ആക്ച്വലി പോയി വന്നിട്ട് 1-2 ആഴ്ചയെല്ലാം കഴിഞ്ഞിട്ടാ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ലാസ്റ്റത്തെ ട്രിപ്പായിരുന്നു. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതാ സംഭവം. അപ്പോൾ എല്ലാവരും പോകുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ട്രിപ്പ് പോകാൻ ഏത് സ്ഥലം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഓപ്ഷൻ വയനാടാന്നല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് പിടിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റിലും പുറത്തുനിന്ന് തട്ടിക്കൂട്ടി കഴിക്കേണ്ട വന്നത്. പിന്നെ നേരെ പോകുന്ന വഴിയിൽ മെയിനായിട്ട് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊട്ടിയൂർ എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സീസണാന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഷോൾഡറിൽ ഇളനീരിട്ടിട്ട് ചെരുപ്പിടാണ്ട് ഇങ്ങനെ വൈറ്റ് മുണ്ടെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടായിനെ. അത് എന്താണെന്നറിയില്ല, അതിൻ്റെ ബാക്കിലുള്ള കഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരും നല്ല ഒരുപാട് വണ്ടികൾ വരുന്നു. അങ്ങനത്തെ ഒരു കാര്യമായിട്ടുള്ളൊരു ഉത്സവം തന്നെ തോന്നുന്നു. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നിട്ട് 2 സൈഡിലായിട്ട് വലിയ പരിപാടിയും ഒരുപാട് ഭക്തജനങ്ങളെല്ലാം പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിന്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ആ പോകുന്ന വഴിക്കുണ്ടായ കാഴ്ച കേട്ടോ അന്നത്തെ. പാപ്പനശ്ശേരി കാട്ടിലപ്പള്ളിയിലും വന്നാൽ തന്നെ മക്കളെ ഈ ചന്തൻ്റെ സ്ഥലത്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ കിട്ടുകയും ചെയ്യില്ല, എന്തെല്ലാം എടുക്കുന്നതെന്നും മെയിൻ ഉണ്ടാവില്ല. അപ്പോൾ വണ്ടിൻ്റെ ഗ്ലാസ് ഒന്നും ഒരിക്കലും താക്കാനോ അല്ലെങ്കിൽ ഡോറ് തുറക്കാനോ കഴിയാത്ത വിധത്തിൽ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് മക്കൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. കാരണം എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ എവിടെ ഇറങ്ങണം എന്നുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഒരുപാട് ചിപ്സും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 1000 രൂപേൻ്റെ ബില്ല് അവരാക്കി തരും. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന, അല്ലാണ്ട് ആരും അവിടെ ഇറങ്ങിയിട്ടുണ്ടായില്ല. ഒരുപാട് വണ്ടികൾ വരുന്നത് മൊത്തത്തിൽ ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിലേക്ക് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് പോയപ്പോൾ നല്ലൊരു ഏകദേശം ഒരു മഞ്ഞുമൂടി ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് അവിടെ നിർത്തി എല്ലാവർക്കും ഒന്ന് ഫ്രഷപ്പ് ആകാമെന്ന് വെച്ചിട്ട് കുഞ്ഞു ഷോപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മേലെ കയറിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാൾക്ക് 10 രൂപ വെച്ച് വാങ്ങുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ വലിയ വ്യൂ പോയിന്റ് എന്നെല്ലാം പറഞ്ഞിട്ട് മോള് വന്നിട്ട് വ്യൂ പോയിന്റ് കാണണമെങ്കിൽ 10 രൂപ ഒരാൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് കയറിന്. സംഭവം ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അവരെ കടൻ്റെ മേലെ ജസ്റ്റ് കയറി കാണിച്ചിരുന്നല്ലോ. എന്നാലും മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ആ ഒരു മഞ്ഞും മഴയെല്ലായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മൾ പോയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു വരുന്നവരെ കിട്ടിയ ആകെയുള്ള മഴയെന്ന് കേട്ടോ, അതും എടുത്തു വരേണ്ട കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിന്. ആദ്യത്തെയും അവസാനത്തെയും മഴയെന്ന് പോയിട്ട് വരുന്നവരുള്ള. നമ്മുടെ കണ്ണൂർക്കാരെ സംബന്ധിച്ച് വയനാട് എന്ന് പറയുന്നത് വലിയ ലോങ്ങുള്ള ട്രിപ്പൊന്നുമല്ല. കുറച്ചും കൂടി പോയപ്പോൾ ജസ്റ്റ് ഒരു തേയിലത്തോട്ടം കണ്ട്. അവിടെ അത്യാവശ്യം നല്ല മഞ്ഞുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളെന്തായാലും ഫോളോ ചെയ്ത്. പിന്നെ ഒരുപാട് സ്ഥലത്തും ഈ മുളയരി പായസം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടി നിർത്തി. അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പെല്ലാം ഉണ്ടായിന്, മഴയും ഉണ്ടായിന്. അങ്ങനെ മുളയരി പായസം, അടപ്രഥമൻ, അങ്ങനെ 2-3 ഐറ്റംസ് പായസം വാങ്ങിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. എന്തായാലും ആ ഒരു നല്ല തണുപ്പിൽ ആ മഞ്ഞത്തും മഴയത്തും ഇങ്ങനെ ഒരു ചൂട് പായസം, അതും മഴയിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പായസത്തിൽ തന്നെ ഇറ്റി വീഴുന്നുണ്ടായിന്. അപ്പോൾ ആ ഒരു കുടിക്കൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചൂടുള്ള പായസം ഒരുപാട് യാത്രക്കാർ അത് കുടിക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ ഓൾറെഡി റിസോർട്ട് ബുക്ക് ചെയ്തേന്. അപ്പോൾ റിസോർട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് വയനാട്ടിൽ എന്തെങ്കിലും ഒരു 1-2 പ്ലേസ് കവർ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിന്. അപ്പോൾ ആദ്യം പോയത് മീൻമുട്ടി വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ലൊക്കേഷൻ ഇട്ട് അവിടെ എത്തിയപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. എന്തോ റോഡ് പണിയായിട്ട് എടുക്കുന്നുണ്ട്, അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ നേരെ പോയത് ബാണാസുര ഡാമിലേക്കാണ്. ഒരുപാട് കാലമായി കേൾക്കുന്നെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. വയനാട് ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ബാണാസുര സാഗർ ഡാമൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഡാം കാണുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ഉച്ചയായില്ല. അപ്പോൾ എല്ലാവരും നേരെ പോയത് ഹോട്ടലിലേക്കാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിന് കേട്ടോ, ആ ബാണാസുരൻ്റെ മുകളിൽ തന്നെ നല്ലൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിന്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊതുവെ. ഈ ഭയങ്കര എക്സെപ്റ്റേഷനും കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാണ്ട് എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാണ്ട് ആ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുമെന്ന്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അത് ഭയങ്കര നടക്കാനുണ്ട്. അപ്പോൾ ട്രാവലർ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾക്കൊരു 50 അങ്ങനെ എന്തോ ഒരു പൈസ 30-50 അങ്ങനെ എന്തോ ഒരു പൈസ ഈടാക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡാമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ കണ്ടപ്പോൾ മറ്റേ സൈഡ് എൻ്റെ പ്രതീക്ഷ ഫുള്ള് വേറെ ഉണ്ടായിന്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ല ഉണ്ടായിന്. അതിനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് വെറുതെ ഒരു മണ്ടത്തരാക്കുന്നില്ല. ഞാൻ അത്യാവശ്യം അപ്പുറം വെള്ളമെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിന്. അപ്പുറത്ത് നോക്കുമ്പോൾ അത് ഫുള്ള് പാറക്കല്ലാന്ന് മനസ്സിലായത്. അപ്പോൾ ഇനി വെള്ളം വരുന്ന സമയം ഉണ്ടാവാം, മേ ബി അങ്ങനെ ആയിരിക്കും. എൻ്റെ സന്നുൻ്റെ ഹെയർ സ്റ്റൈലെല്ലാം എപ്പോഴേക്കും മൊത്തം പോയിട്ട് എല്ലാവരും ഒരു ഭാഗത്തിലായിന് കേട്ടോ. അപ്പോൾ അവിടെ നിന്നില്ല കുറച്ച് ഫോട്ടോ വീഡിയോ അങ്ങനെ സ്ഥിരം പരിപാടിയായിന്. പിന്നെ റിസോർട്ടിലേക്ക് പോയി. റിസോർട്ട് ഓൾറെഡി ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. നല്ല കാടിൻ്റെ നടുവിലുണ്ടായിന് കേട്ടോ, K1 എന്ന് പറഞ്ഞിട്ട് റിസോർട്ട്.
ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പില്ലർ റൂം, കേവ് റൂം എന്നിട്ട് 2 തരത്തിലുള്ള റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രണ്ടും അത്യാവശ്യം നല്ല തന്നെ, ഏകദേശം ഒരു 5000-ൻ്റെ താഴെ ബഡ്ജറ്റ് വരുന്ന നല്ലൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അടങ്ങിയ നല്ലൊരു റിസോർട്ടാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിനെ. അത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണും. മക്കളെ സംബന്ധിച്ച് അവർക്ക് ആകെ ഉണ്ടായ ആവശ്യം എന്ന് പറയുന്നത് എവിടെ റൂം എടുത്താലും പ്രശ്നമില്ല, സ്വിമ്മിംഗ് പൂൾ വേണമെന്നായിരുന്നു. അവർ കുറേ നാളായി സ്വിമ്മിംഗ് പൂളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ കേവ് റൂം എന്ന് പറയുന്നത് നമുക്ക് ഗുഹൻ്റെ ഒരു ആംബിയൻസ് കിട്ടും. പ്രത്യേകത എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കുറച്ച് ഇരുട്ട് കൂടുതലാണ് കേവ് റൂംസിൽ. പില്ലർ റൂംസാണ് ഓൾസോ നല്ലത്. പക്ഷെ എന്തായാലും 2 എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഉമ്മയും ഉപ്പയെല്ലാം ഇല്ലുകൊണ്ട് അവർക്ക് പില്ലർ റൂമും നമ്മൾ കേവ് റൂമുമായിട്ട് അങ്ങനെ 2 റൂമും ഓരോന്ന് എടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം 2-3 സ്ഥലത്തിൽ ഇങ്ങനെ കയറി പോയതുകൊണ്ട് ഒരു ഈവനിങ് ടൈം ആയിനല്ല. അപ്പം മക്കളെ ചിന്ത ഫുള്ള് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. ഒരുപാട് എല്ലാ റൂംസിലും ആളുണ്ടായിരുന്നു കേട്ടോ. കേവ് റൂമിലും പില്ലർ റൂമിലും ഫുള്ള് ആളായിരുന്നു. ഒറ്റ റൂമാറ്റേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ലൊരു ആംബിയൻസ്, ഭയങ്കര പ്രൈവസി ഉണ്ടായിരുന്നു. ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ നിന്ന് നോക്കിയാൽ ഇത്രയും കേവ് റൂംസിൽ ഇത്രയും ആൾക്കാർ താമസിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരു പ്രൈവസി ഇല്ലാണ്ട് കുളിക്കൽ അങ്ങനത്തെ ഉണ്ടായിട്ടേ ഇല്ല. അതെന്താ റീസൺ എന്ന് എനിക്കറിയില്ല. അവരെല്ലാം കുളിച്ചിട്ട് കഴിഞ്ഞിട്ടിരിക്കുന്നതാണോ അതോ നമ്മളെ ആക്രാന്തം കണ്ടിട്ട് അവരൊന്നും വരാത്തതെന്നോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും ആ വൈകുന്നേരം തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചായക്ക് വരെ ചോദിച്ചിട്ടുണ്ടായില്ല. ഫസ്റ്റ് തന്നെ റൂമിൽ പോകുന്ന അവരവരെന്നെ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ ഡ്രസ്സ് മാറ്റുന്നു പൂളിലേക്ക് പോകുന്നു. അല്ലാണ്ട് വേറൊരു കാര്യം അവരെ മുന്നിൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് നാളിങ്ങനെ കൂട്ടി വെച്ച പ്രതീക്ഷകൾ എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ അത്യാവശ്യം ഒരു വെള്ളത്തിക്കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവർ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഇത്രയും വലിയ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഭയങ്കര ഒരു സംഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരുപാട് കാടിൻ്റെ ഉള്ളിൽ കൂടി ഒരുപാട് പോയാലേ ടൗൺ എത്തുന്നില്ല. ഇരുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഓൾറെഡി ഉള്ളത്. നിങ്ങൾ കുറച്ചാളെങ്കിലും എന്തായാലും പോയിട്ടെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫുഡെല്ലാം നമ്മൾ വേറെ തന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങണം കേട്ടോ. ഈവനിങ് രാത്രിയിൽ വേറെ തന്നെ വാങ്ങണം. ഈ റിസോർട്ടിൻ്റെ ബഡ്ജറ്റിൽ വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ. എന്തായാലും നല്ലൊരു അന്തരീക്ഷമുള്ള നല്ലൊരു റിസോർട്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ അവിടെ കുറേ ഇങ്ങനെ പച്ചക്കറി കൃഷിയും ചക്കയും മാങ്ങലും ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നതിലും കണ്ടത്. അപ്പം നല്ലൊരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഓണായിട്ടാ. കുട്ടികൾ അപ്പം സ്വിമ്മിംഗ് പൂളിൽ പോകേണ്ട ഒരുക്കത്തിൽ തന്നെ ഉണ്ടായിന്. ഞാൻ പിന്നെ ആ തലേന്നത്തെ സ്വിമ്മിംഗ് പൂളിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങലോട് കൂടി കാലിനാകെ ഉണ്ടായ 3-4 നിരവുകൾ പണിഞ്ഞിട്ട് എങ്ങോട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാത്ത രീതിയിലായിന്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിന്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സീസണല്ലേ. മക്കൾക്ക് പിന്നെ ഇതന്നെ ലക്ഷ്യമായതുകൊണ്ട് നേരെ അവർ പോയിന്. ഇങ്ങനെ ഒരു ഏർമാട സെറ്റപ്പെല്ലാം ഉണ്ടായിന് കേട്ടോ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ടായിന്. മക്കളൊന്നും ഇല്ലാണ്ട് വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു നല്ല റിസോർട്ടായിരുന്നു. വയനാട് ഒരു 1 ഡേ 2 ഡേയ്സ് എല്ലാം പോകുന്നവർ ധൈര്യമായിട്ട് ഈ കേവൺ റിസോർട്ടിൽ പോയിക്കോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ആയിരിക്കെങ്കിലും പരിചയമുണ്ട്. ഇതെൻ്റെ ഭയങ്കര നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പ് ഞാൻ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയം. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാൻ കുറച്ച് അതെല്ലാം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതെന്താന്ന് ആക്കിയതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും മിക്കവാറും. പിന്നെ ആ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചൂടുള്ള ഇഡ്ഡലി, സാമ്പാർ, പിന്നെ പഴം ഉണ്ടായിന്, നേന്ത്രപ്പഴം ഉണ്ടായിന്, ബ്രെഡ്, ജാം, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിന്. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിലെല്ലാം കുളിച്ചുകൊണ്ട് കുട്ടികളെല്ലാം അത്യാവശ്യം വിശന്നിട്ടുണ്ടായിന്. വീട്ടിലാണെങ്കിൽ സ്ഥിരമായിട്ട് ക്രീം ബിസ്ക്കറ്റും ചായയും മാത്രം കഴിക്കുന്ന കുട്ടികളാണ്. ബിസ്ക്കറ്റൊന്നും കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം ഫുഡ് കഴിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് എന്തായാലും 2 വാക്ക് പറയണം. കാരണം ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ റിസോർട്ടിലെ മാനേജറാണ് പറഞ്ഞത് ഇത് അത്തിപ്പഴം എന്ന്, ഫിഗ് അത്തിപ്പഴം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും ചാനലുള്ളതുകൊണ്ട് ഇൻസ്റ്റയിലുള്ളതുകൊണ്ട് വീഡിയോ എടുക്കും. അപ്പോൾ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഒറിജിനൽ ഫിഗാണെന്നൊന്നും അറിയില്ല, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ മരത്തുമ്പോൾ പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അതിലൊരുപാട് കമൻസ് വരുന്നുണ്ട് ഇത് അത്തിപ്പഴമല്ല കാട്ടത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അതിൽ ഇത്രയും മണ്ടത്തരം പറയാൻ ധൈര്യം ഉണ്ടാകുന്നവരെ ചോദിച്ചാളുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയാനുള്ളത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് അവിടുത്തെ റിസോർട്ടിലുള്ള ഒരു കപ്പിൾസിൻ്റെ ആണ് കേട്ടോ. അതായത് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു കപ്പിൾസിൻ്റെ ഒരു മോനാണ്. അങ്ങനെ മാനേജറോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പോൾ തൽക്കാലം വീഡിയോ ഇത്രയേ ഉള്ളൂ. വയനാട്ടിൽ നമ്മളെ 2nd ഡേ എന്തായാലും ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടും ഇൻഷാ അല്ലാഹ്.